കാസിൽ ബ്ലാക്കിലെ ഇരുണ്ടതും തണുത്തുറഞ്ഞതുമായ ആ കൽമുറിയിൽ നിശബ്ദത തളംകെട്ടി നിന്നു. മരപ്പലകകൾ കൊണ്ടുള്ള ആ മേശയ്ക്ക് മുകളിൽ ജീവനില്ലാതെ കിടന്നിരുന്ന ജോൺ സ്നോന്റെ തണുത്ത ശരീരത്തിലേക്ക് തന്നെ നോക്കി ഡാവോസ് നിശ്ചലനായി നിന്നു. പെട്ടെന്ന് വലിയൊരു നെടുവീർപ്പോടെ ജോൺ സ്നോ കണ്ണുകൾ തുറന്നു. ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു. ഭയവും ആശയക്കുഴപ്പവും നിറഞ്ഞ ആ കണ്ണുകൾ പതുക്കെ തിരിഞ്ഞ് ഡാവോസിനെ നോക്കി. മേശയുടെ മുന്നിലായി നിന്നിരുന്ന ഗോസ്റ്റിന്റെ ചുവന്ന കണ്ണുകളിലും തന്റെ യജമാനൻ ജീവനോടെ തിരിച്ചുവന്നതിന്റെ അത്ഭുതം നിറഞ്ഞു നിന്നിരുന്നു. ജോൺ സ്നോ പതുക്കെ തന്റെ നഗ്നമായ നെഞ്ചിലേക്ക് നോക്കി. അവിടെ തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട ആഴത്തിലുള്ള കത്തിമുറിവുകൾ ഉണങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. ഓർമ്മകൾ തിരികെ വന്നപ്പോൾ അയാൾ ഭയത്താൽ വിറയ്ക്കാൻ തുടങ്ങി. ഡാവോസ് പെട്ടെന്ന് തന്റെ കട്ടിയുള്ള കുപ്പായം ഊരിയെടുത്ത് ജോൺ സ്നോന്റെ അടുത്തേക്ക് ചെന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ച ജോൺ സ്നോന്റെ കാലുകൾ ഇടറി. ഡാവോസ് അയാളെ താങ്ങിപ്പിടിച്ച് ആ കുപ്പായം കൊണ്ട് പുതപ്പിച്ചു. ശാന്തനാകൂ എന്ന് ഡാവോസ് മൃദുവായി പറഞ്ഞു. ജോൺ സ്നോനെ പതുക്കെ മേശപ്പുറത്തു തന്നെ ഇരുത്തിയ ശേഷം ഡാവോസ് പുറകോട്ടു മാറി നിന്നു. അപ്പോഴാണ് ആ മുറിയുടെ വാതിൽക്കൽ മെലിസാന്ദ്ര കടന്നുവന്നത്. ജീവൻ തിരിച്ചുകിട്ടിയ ആ മനുഷ്യനെ അവർ അവിശ്വസനീയതയോടെ നോക്കി. എന്താണ് ഓർമ്മയുള്ളത് എന്ന് ഡാവോസ് ചോദിച്ചു. അവർ തന്നെ കുത്തിക്കൊന്നുവെന്നും ഓളി തന്റെ നെഞ്ചിൽ കത്തിയിറക്കിയെന്നും താനിവിടെ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ജോൺ സ്നോ പറഞ്ഞു. ഈ സ്ത്രീയാണ് നിന്നെ തിരികെ കൊണ്ടുവന്നത് എന്ന് ഡാവോസ് പറഞ്ഞു. മെലിസാന്ദ്ര പതുക്കെ നടന്നുചെന്ന് ജോൺ സ്നോവിന്റെ മുന്നിൽ മുട്ടുകുത്തിനിന്നു. കുത്തേറ്റു വീണതിനുശേഷം മരണത്തിനുശേഷം എവിടെയാണ് പോയതെന്നും എന്താണ് കണ്ടതെന്നും മെലിസാന്ദ്ര ചോദിച്ചു. ഒന്നുമില്ലെന്നും അവിടെ ശൂന്യത മാത്രമായിരുന്നുവെന്നും ജോൺ സ്നോ പറഞ്ഞു. ദൈവം ഒരു കാരണത്തിനാണ് നിന്നെ തിരികെ കൊണ്ടുവന്നതെന്നും സ്റ്റാനിസ് അല്ല ആ വാഗ്ദാനം ചെയ്യപ്പെട്ട രാജകുമാരനെന്നും അത് മറ്റൊരാളായിരിക്കണമെന്നും മെലിസാന്ദ്ര പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ചു സമയം തരാമോ എന്ന് ഡാവോസ് മെലിസാന്ദ്രയോട് ചോദിച്ചു. അവർ എഴുന്നേറ്റ് ആ മുറിക്ക് പുറത്തേക്ക് പോയി. ഡാവോസ് വാതിലടച്ച ശേഷം ഒരു മരക്കസേര വലിച്ച് ജോൺ സ്നോവിന്റെ മുന്നിലിരുന്നു. നീ മരിച്ചിരിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്നും ഇത് തികച്ചും ഭ്രാന്തമായി തോന്നുന്നുണ്ടെന്നും ഡാവോസ് പറഞ്ഞു. താൻ ശരിയെന്ന് കരുതിയതാണ് ചെയ്തതെന്നും അതിനാണ് അവർ തന്നെ കൊലപ്പെടുത്തിയതെന്നും ഇപ്പോൾ എന്തിനാണ് താൻ തിരിച്ചുവന്നതെന്നും ജോൺ സ്നോ ചോദിച്ചു. പുറത്ത് കാസിൽ ബ്ലാക്കിന്റെ മുറ്റത്ത് മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു. ഡൊളോറസ് എഡ്, ടോർമണ്ട്, വിശ്വസ്തരായ നൈറ്റ്സ് വാച്ച് അംഗങ്ങൾ, വൈൽഡ്ലിങ്സ് എന്നിവരെല്ലാം ആ മുറ്റത്ത് തടിച്ചുകൂടി നിന്നിരുന്നു. അവരുടെയെല്ലാം കണ്ണുകൾ ജോൺ സ്നോ കിടക്കുന്ന മുറിയുടെ വാതിൽക്കലേക്ക് നീണ്ടിരുന്നു. പെട്ടെന്ന് ആ ബാൽക്കണിയിലേക്ക് ഡാവോസിന്റെ തോളിൽ താങ്ങി ജോൺ സ്നോ പുറത്തേക്ക് വന്നു. ടോർമണ്ട് അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവർ നിന്നെ മരണത്തിൽ നിന്നും തിരിച്ചുവന്ന ഒരു ദൈവമായാണ് കാണുന്നത് എന്ന് ടോർമണ്ട് പറഞ്ഞു. താൻ ദൈവമല്ല എന്ന് ജോൺ സ്നോ പറഞ്ഞു. തനിക്കതറിയാമെന്ന് ടോമുണ്ട് പറഞ്ഞു. തുടർന്ന് ടോർമണ്ട് ജോൺ സ്നോവിന്റെ ചെവിയിൽ രഹസ്യമായി ചോദിച്ചു, താൻ നിന്റെ ജനനേന്ദ്രിയം കണ്ടുവെന്നും അത്രയും ചെറിയ അവയവമുള്ള ഏതു ദൈവമാണുള്ളതെന്നും. ആ വാക്കുകൾ കേട്ട് ജോൺ സ്നോവും ടോർമണ്ടും ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. തന്റെ നെഞ്ചിലെ മുറിവുകളിൽ വേദനിച്ചുകൊണ്ട് ജോൺ സ്നോ അവിടെ നിന്നിരുന്ന ഡൊളോറസ് എഡിന്റെ അടുത്തേക്ക് നടന്നു. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. നിന്റെ കണ്ണുകൾ ഇപ്പോഴും തവിട്ടുനിറം തന്നെയാണെന്നും ആ ശരീരത്തിനുള്ളിൽ ഇപ്പോഴും നീ തന്നെയാണോ എന്നും ഡൊളോറസ് എഡ് ചോദിച്ചു. അങ്ങനെയാണ് താൻ കരുതുന്നതെന്നും തൽക്കാലം തന്റെ ശരീരം കത്തിക്കുന്നത് നിർത്തിവെക്കൂ എന്നും ജോൺ സ്നോ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് ഡൊളോറസ് എഡ് പൊട്ടിച്ചിരിച്ചു. നാരോ സീയുടെ മുകളിൽ ആകാശം കറുത്തിരുണ്ടിരുന്നു. ഭയാനകമായ ഒരു കൊടുങ്കാറ്റ് ആ സമുദ്രത്തെ ഇളക്കിമറിച്ചുകൊണ്ടിരുന്നു. ഭീമാകാരമായ തിരമാലകൾ ആ കപ്പലിന്റെ വശങ്ങളിൽ ആഞ്ഞടിച്ചു. എന്നാൽ കപ്പലിന്റെ അറയ്ക്കുള്ളിലെ ചെറിയ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന ഗില്ലിയുടെ മുഖത്ത് അത്ഭുതവും പുഞ്ചിരിയുമായിരുന്നു. ഒരു ചെറിയ കിടക്കയിൽ ലിറ്റിൽ സാമിനെ ഇരുത്തിയിട്ട് ഗില്ലി തിരിഞ്ഞു നോക്കി. അവിടെ ഒരു തടിപ്പാത്രത്തിലേക്ക് മുഖം കുനിച്ച് ഛർദ്ദിക്കാൻ വെമ്പിക്കൊണ്ട് സാം വിറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നീ സുരക്ഷിതനാണോ എന്ന് ഗില്ലി ചോദിച്ചു. അതെ, തനിക്ക് കുഴപ്പമില്ല എന്ന് സാം പറഞ്ഞു. നിനക്ക് വീണ്ടും ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്ന് ഗില്ലി ചോദിച്ചു. ഇല്ല എന്ന് തലയാട്ടിയിട്ട് സാം വീണ്ടും ആ പാത്രത്തിലേക്ക് ഛർദ്ദിച്ചു. ഗില്ലി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവന് നൽകി. തങ്ങൾ വൈകാതെ തെക്കുഭാഗത്തെത്തുമെന്നും വെസ്റ്ററോസിലെ ഏറ്റവും മനോഹരമായ നഗരമായ ഓൾഡ് ടൗൺ കാണാൻ താൻ കാത്തിരിക്കുകയാണെന്നും ഗില്ലി പറഞ്ഞു. എന്നാൽ സിറ്റഡലിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്നും അവിടെ നിനക്കും ലിറ്റിൽ സാമിനും ഇടമുണ്ടാകില്ലെന്നും സാം പറഞ്ഞു. കാസിൽ ബ്ലാക്കിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നുവെന്ന് ഗില്ലി പറഞ്ഞു. സിറ്റഡൽ എന്നാൽ കാസിൽ ബ്ലാക്ക് അല്ലെന്നും അവിടെ നിയമങ്ങൾ തെറ്റിക്കാൻ സഹായിക്കാൻ ജോൺ സ്നോ ഓ മേസ്റ്റർ ഏമോണോ ഇല്ലെന്നും സാം പറഞ്ഞു. അങ്ങനെയെങ്കിൽ താൻ ഓൾഡ് ടൗണിൽ നിൽക്കാമെന്ന് ഗില്ലി പറഞ്ഞു. പണമില്ലാതെ ഒരു കുഞ്ഞിനെയും വെച്ച് നീ എങ്ങനെ അവിടെ നിൽക്കുമെന്ന് സാം ചോദിച്ചു. നമ്മൾ ഓൾഡ് ടൗണിലേക്കല്ല പോകുന്നതെങ്കിൽ പിന്നെ എവിടേക്കാണ് നീ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ഗില്ലി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു.
തന്റെ സ്വന്തം നാടായ ഹോൺഹില്ലിലേക്കാണെന്നും അവിടെ തന്റെ അമ്മയും സഹോദരിയും നിങ്ങളെ നന്നായി നോക്കിക്കൊള്ളുമെന്നും സാം പറഞ്ഞു. നീ എവിടെ പോയാലും ഞാനും വരും എന്ന് നീ പറഞ്ഞിരുന്നില്ലേ എന്ന് ഗില്ലി ചോദിച്ചു. നിന്റെയും ലിറ്റിൽ സാമിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ അങ്ങനെ പറയുന്നതെന്നും തനിക്കൊരു മേസ്റ്ററായി മാറി ജോൺ സ്നോനെ സഹായിക്കാൻ കഴിയണമെന്നും അതിലൂടെ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയണമെന്നും സാം പറഞ്ഞു. ഗില്ലി പതുക്കെ തന്റെ കൈകൾ സാമിന്റെ മുതുകിൽ വെച്ചു. ഇതാണ് നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു എന്ന് ഗില്ലി പറഞ്ഞു. നീ എന്റെ നേർക്ക് എന്തെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനം ലഭിച്ചേനെ എന്ന് സാം പറഞ്ഞു. തന്റെ കുഞ്ഞിന്റെ അച്ഛനോട് താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഗില്ലി പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് സാം പുഞ്ചിരിച്ചു. എന്നാൽ അടുത്ത നിമിഷം അവൻ വീണ്ടും ആ പാത്രത്തിലേക്ക് ഛർദ്ദിച്ചു. കാലങ്ങൾ മുൻപുള്ള ഒരു ഓർമ്മയിലേക്ക് ബ്രാനിന്റെ മനസ്സ് സഞ്ചരിച്ചു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ടവർ ഓഫ് ജോയ്. ദൂരെ നിന്നും കുതിരപ്പുറത്ത് നെഡ് സ്റ്റാർക്കും ഹൗലാൻഡ് റീഡും ഉൾപ്പെടെ 7 പേർ ആ ഗോപുരത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. ഗോപുരത്തിന്റെ താഴെ കാവൽ നിന്നിരുന്ന 2 കിങ്സ്ഗാർഡ് അംഗങ്ങൾ അവരെ കണ്ടതും തങ്ങളുടെ ആയുധങ്ങളെടുത്ത് മുന്നോട്ട് വന്നു. അവരിലൊരാൾ ആർത്തർ ഡെയ്ൻ ആയിരുന്നു. കുറച്ചകലെയായി ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്ന് ബ്രാനും 3 ഐഡ് റേവനും ഈ കാഴ്ചകൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അത് തന്റെ അച്ഛനാണെന്ന് ബ്രാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് മീരായുടെ അച്ഛനായ ഹൗലാൻഡ് റീഡാണെന്ന് 3 ഐഡ് റേവൻ പറഞ്ഞു. കിങ്സ്ഗാർഡ് അംഗങ്ങൾ അവരുടെ അടുത്തേക്ക് നടന്നു. അത് സർ ആർത്തർ ഡെയ്നാണെന്ന് ബ്രാൻ പറഞ്ഞു. സോഡ് ഓഫ് ദ മോർണിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നതെന്ന് 3 ഐഡ് റേവൻ പറഞ്ഞു. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വാൾപ്പയറ്റുകാരൻ അദ്ദേഹമായിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് ബ്രാൻ പറഞ്ഞു. നെഡ് സ്റ്റാർക്കും കൂട്ടരും കുതിരപ്പുറത്തു നിന്നിറങ്ങി കിങ്സ്ഗാർഡിന്റെ മുന്നിലെത്തി. ആർത്തർ ഡെയ്ൻ തന്റെ വലിയ വാൾ മണ്ണിലേക്ക് കുത്തിനിർത്തി. ലോർഡ് സ്റ്റാർക്ക് എന്ന് ആർത്തർ ഡെയ്ൻ പറഞ്ഞു. താൻ നിങ്ങളെ ട്രൈഡന്റിൽ അന്വേഷിച്ചിരുന്നു എന്ന് നെഡ് സ്റ്റാർക്ക് പറഞ്ഞു. തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ആർത്തർ ഡെയ്ൻ പറഞ്ഞു. നീചനായ രാജാവ് മരിച്ചുവെന്നും റഹെഗർ മണ്ണിലലിഞ്ഞുവെന്നും തങ്ങളുടെ രാജകുമാരനെ രക്ഷിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നും നെഡ് സ്റ്റാർക്ക് ചോദിച്ചു. തങ്ങളുടെ രാജകുമാരൻ തങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചതെന്ന് ആർത്തർ ഡെയ്ൻ പറഞ്ഞു. തന്റെ സഹോദരി എവിടെയാണെന്ന് നെഡ് സ്റ്റാർക്ക് ചോദിച്ചു. വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ താങ്കൾക്ക് ഞാൻ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തർ ഡെയ്ൻ തന്റെ ഹെൽമറ്റ് തലയിൽ വെച്ചു. ഇനി ഇത് തുടങ്ങുകയാണെന്ന് ആർത്തർ ഡെയ്ൻ പറഞ്ഞു. അല്ല, ഇതിവിടെ അവസാനിക്കുകയാണെന്ന് നെഡ് സ്റ്റാർക്ക് പറഞ്ഞു. തുടർന്ന് നെഡ് സ്റ്റാർക്കും കൂട്ടാളികളും തങ്ങളുടെ വാളുകളൂരി ആക്രമണം ആരംഭിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലായിരുന്നു ആർത്തർ ഡെയ്നിന്റെ ചലനങ്ങൾ. അയാൾ ഹൗലാൻഡ് റീഡിനെ വെട്ടിവീഴ്ത്തി. മറ്റ് കിങ്സ്ഗാർഡ് അംഗങ്ങളും നെഡ് സ്റ്റാർക്കിന്റെ ആളുകളുമായി ഏറ്റുമുട്ടി. പോരാട്ടം മുറുകിയപ്പോൾ നെഡ് സ്റ്റാർക്കും അവശേഷിച്ച ആളുകളും ചേർന്ന് ആർത്തർ ഡെയ്നിനെ വളഞ്ഞു. എന്നാൽ തന്റെ 2 വാളുകൾ ഉപയോഗിച്ച് ആർത്തർ ഡെയ്ൻ അവരുടെ എല്ലാ ആക്രമണങ്ങളെയും വിദഗ്ധമായി തടഞ്ഞു. ഓരോരുത്തരായി നിലംപതിച്ചു. ഒടുവിൽ നെഡ് സ്റ്റാർക്കും ആർത്തർ ഡെയ്നും നേർക്കുനേർ വന്നു. അയാൾ തന്റെ അച്ഛനേക്കാൾ മികച്ചവനാണെന്ന് ബ്രാൻ പറഞ്ഞു. വളരെ മികച്ചവൻ എന്ന് 3 ഐഡ് റേവൻ പറഞ്ഞു. എന്നാൽ അച്ഛൻ അയാളെ തോൽപ്പിച്ചുവെന്നും ആ കഥ താൻ 1000 വട്ടം കേട്ടിട്ടുണ്ടെന്നും ബ്രാൻ പറഞ്ഞു. അങ്ങനെയോ എന്ന് 3 ഐഡ് റേവൻ ചോദിച്ചു. അയാൾ നെഡ് സ്റ്റാർക്കിനെ കൊല്ലാൻ ഓങ്ങവെ നിലത്തുകിടന്നിരുന്ന ഹൗലാൻഡ് റീഡ് പുറകിൽ നിന്നും ആർത്തർ ഡെയ്നിന്റെ മുതുകിൽ കുത്തി. അയാൾ മുട്ടുകുത്തി വീണു. അയാൾ പുറകിൽ നിന്നാണ് കുത്തിയതെന്ന് ബ്രാൻ പറഞ്ഞു. നിലത്തുകിടന്ന വാളെടുത്തുകൊണ്ട് നെഡ് സ്റ്റാർക്ക് ആർത്തർ ഡെയ്നിന്റെ കഴുത്തറുത്തു. ആ നിമിഷം ഗോപുരത്തിന്റെ മുകളിൽ നിന്നും ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടു. ആ ഗോപുരത്തിൽ എന്താണുള്ളതെന്ന് ബ്രാൻ ചോദിച്ചു. ഇന്നത്തേക്ക് ഇത് മതിയെന്നും നമുക്ക് പിന്നീട് വരാമെന്നും 3 ഐഡ് റേവൻ പറഞ്ഞു. അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് തനിക്ക് കാണണമെന്ന് ബ്രാൻ പറഞ്ഞു. പോകാൻ സമയമായി എന്ന് 3 ഐഡ് റേവൻ പറഞ്ഞു. ബ്രാൻ ഉറക്കെ ഫാദർ എന്ന് വിളിച്ചു. പടവുകൾ കയറിക്കൊണ്ടിരുന്ന നെഡ് സ്റ്റാർക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ബ്രാൻ തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും 3 ഐഡ് റേവൻ അവനെ തടഞ്ഞു. പെട്ടെന്ന് ദൃശ്യങ്ങൾ മാറി. ബ്രാൻ കണ്ണുകൾ തുറന്നു. അവന് ചുറ്റും മരവേരുകൾ പടർന്നു പിടിച്ചിരുന്ന 3 ഐഡ് റേവൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നും വീണ്ടും അവിടേക്ക് കൊണ്ടുപോകണമെന്നും ബ്രാൻ ചോദിച്ചു. സാധിക്കില്ല എന്ന് 3 ഐഡ് റേവൻ പറഞ്ഞു. അദ്ദേഹം തന്റെ വിളി കേട്ടുവെന്ന് ബ്രാൻ പറഞ്ഞു. ഒരുപക്ഷെ കാറ്റിന്റെ ശബ്ദമായിരിക്കാം കേട്ടതെന്ന് 3 ഐഡ് റേവൻ പറഞ്ഞു. ഭൂതകാലം ഇതിനോടകം എഴുതപ്പെട്ടതാണെന്നും അതിലെ മഷി ഉണങ്ങിക്കഴിഞ്ഞുവെന്നും 3 ഐഡ് റേവൻ പറഞ്ഞു. ആ ഗോപുരത്തിൽ എന്തായിരുന്നുവെന്നും തനിക്കവിടേക്ക് തിരികെ പോകണമെന്നും ബ്രാൻ പറഞ്ഞു. എവിടെയാണോ തനിക്ക് സ്ഥാനമില്ലാത്തത് അവിടെ കൂടുതൽ നേരം ചിലവഴിച്ചാൽ പിന്നെ ഒരിക്കലും തിരികെ വരാൻ കഴിയില്ല എന്ന് താൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണെന്ന് 3 ഐഡ് റേവൻ പറഞ്ഞു. കടുത്ത ചൂടുള്ള വേസ് ദോത്രാക്കിലേക്ക് ഡേനറീസ് നടന്നു ചെന്നു. ആ വലിയ കൂട്ടം ദോത്രാക്കി ആളുകൾക്ക് നടുവിലൂടെ അവൾ നടന്നു. അവിടെ കുതിരപ്പുറത്തിരുന്ന കാൽമോറോ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. അവളെ വലിയൊരു തമ്പ് പോലെയുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ നടുവിലായി ഒരു ദോത്രാക്കി മാട്രോൺ നിന്നിരുന്നു. അവർക്ക് ചുറ്റും കുറേ യുവതികളുമുണ്ടായിരുന്നു. ആ പ്രായമുള്ള സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ആ യുവതികൾ ഡേനറീസിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും എന്റെ മേൽ നിന്നും കൈമാറ്റണമെന്നും നിങ്ങളുടെ തല ഞാൻ വെട്ടുമെന്നും ഡേനറീസ് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും ഒരു യുവതി പരുക്കനായ ഒരു വസ്ത്രം കൊണ്ടുവന്ന് അവളെ അണിയിച്ചു. നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്നും അതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നും
താൻ ഗ്രേറ്റ് കാലിന്റെ ഭാര്യയാണെന്നും ഡെനറീസ് പറഞ്ഞു. നീ ആരാണെന്ന് തങ്ങൾക്കറിയാമെന്നും നീ കുതിരയുടെ ഹൃദയം പച്ചയ്ക്ക് തിന്നത് താൻ ഓർക്കുന്നുണ്ടെന്നും ഖാൽ ദ്രോഗോ മരിച്ചതിനുശേഷം നീ എന്തുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെന്നും ദോത്രാക്കി മാട്രോൺ ചോദിച്ചു. താൻ ഡെനറീസ് തോംബോണാണെന്നും ബ്രേക്കർ ഓഫ് ചെയിൻസും ക്വീൻ ഓഫ് മീരീനും മദർ ഓഫ് ഡ്രാഗൺസുമാണെന്നും തനിക്കുള്ള സ്ഥാനം ഇവിടെയല്ലെന്നും ഡെനറീസ് പറഞ്ഞു. നീ ലോകം കീഴടക്കുമെന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും താനും ഖാൽ സവോയുടെ ഭാര്യയായിരുന്നപ്പോൾ അങ്ങനെ കരുതിയിരുന്നെന്നും എന്നാൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും ദോത്രാക്കി മാട്രോൺ പറഞ്ഞു. മീരീനിലെ വലിയ പിരമിഡിനുള്ളിലെ സിംഹാസനമുറിയിൽ വേരീസ് സിംഹാസനത്തിന്റെ പടവുകളിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2 കാവൽക്കാർ വല എന്ന സ്ത്രീയെ അവിടേക്ക് കൊണ്ടുവന്നത്. വരീസിന്റെ നിർദ്ദേശപ്രകാരം കാവൽക്കാർ പുറത്തേക്ക് പോയി. നീ ഇന്ന് കാണാൻ വളരെ സുന്ദരിയായിരിക്കുന്നു എന്ന് വേരീസ് അവളോട് പറഞ്ഞു. നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ പോകുകയാണെങ്കിൽ അവരെ തിരികെ വിളിച്ച് അത് ചെയ്തോളൂ എന്ന് വല പറഞ്ഞു. താൻ ഒരു മർദ്ദകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേരീസ് എഴുന്നേറ്റു. ആളുകൾക്കത് പലപ്പോഴും അർഹതപ്പെട്ടതാണെങ്കിലും താൻ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് ആളുകളെ സന്തോഷിപ്പിച്ചുകൊണ്ടാണെന്ന് വേരീസ് പറഞ്ഞു. നിന്നെയും സന്തോഷിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് വേരീസ് പറഞ്ഞു. വല മുഖം തിരിച്ചുനിന്നു. തനിക്ക് നിന്നെ അറിയാമെന്നും നീ നിന്റെ ലക്ഷ്യത്തിനായി സ്വന്തം ശരീരം വരെ ത്യാഗം ചെയ്തവളാണെന്നും സൺസ് ഓഫ് ദ ഹാർപ്പികളെ അൺസലീഡുകളെയും സെക്കൻഡ് സൺസുകളെയും കൊല്ലാൻ സഹായിച്ചവളാണെന്നും വേരീസ് പറഞ്ഞു. അവർ ഒരു വിദേശരാജ്ഞി തങ്ങളുടെ നഗരത്തെ നശിപ്പിക്കാൻ കൊണ്ടുവന്ന സൈനികരാണെന്ന് വല പറഞ്ഞു. നിന്റെ ഭാഗത്തുനിന്നും നോക്കുമ്പോൾ അത് ശരിയാണെന്നും എന്നാൽ തന്റെ ഭാഗത്തുനിന്നും നോക്കുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്നും നിനക്കും ഡോമിനും സന്തോഷം നൽകാൻ തനിക്ക് കഴിയുമെന്നും വേരീസ് പറഞ്ഞു. ഡോമിന്റെ പേര് കേട്ടപ്പോൾ വല ഭയന്നു. അവൻ വളരെ സുന്ദരനായ കുട്ടിയാണെന്നും അവനെ പെൺകുട്ടികളിൽ നിന്നും അകറ്റി നിർത്താൻ പാടുപെടുമെന്നും വേരീസ് പറഞ്ഞു. നിങ്ങൾ എന്നെ ഉപദ്രവിക്കില്ലെന്നും പകരം എന്റെ മകനെ ഭീഷണിപ്പെടുത്തുകയാണെന്നും വല പറഞ്ഞു. നീ ചെയ്ത കുറ്റത്തിന് നിന്നെ കൊന്നാൽ ഡോം എങ്ങനെ ജീവിക്കുമെന്നും വേരീസ് ചോദിച്ചു. താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ തന്നെ കൊല്ലുമെന്നും അതിനാൽ നിങ്ങൾ തന്നെ കൊല്ലുന്നതാണ് നല്ലതെന്നും വല പറഞ്ഞു. മൂന്നാമതൊരു വഴി കൂടിയുണ്ടെന്നും നാളെ പെൻഡോസിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ ഒരു സ്ത്രീക്കും കുട്ടിക്കും താൻ യാത്ര ഒരുക്കിയിട്ടുണ്ടെന്നും പുതിയൊരു ജീവിതം തുടങ്ങാൻ ഒരു സഞ്ചി നിറയെ വെള്ളി നാണയങ്ങൾ നൽകാമെന്നും വേരീസ് പറഞ്ഞു. വാരീസ് തന്റെ കാൽക്കൽ കിടന്ന നാണയ സഞ്ചി അവൾക്ക് നേരെ നീക്കിവെച്ചു. പുതിയ ജീവിതം വേണമോ അതോ മരണം വേണമോ എന്ന് ഇപ്പോൾ തീരുമാനിക്കണമെന്ന് വേരീസ് പറഞ്ഞു. മീരീനിലെ മറ്റൊരു മുറിയിൽ ടിരിയൻ, മിസാൻഡെയ്, ഗ്രേ വേം എന്നിവർ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വേരീസ് അവിടേക്ക് വന്നത്. സൺസ് ഓഫ് ദ ഹാർപ്പികൾക്ക് ആരാണ് പണം നൽകുന്നതെന്ന് താൻ കണ്ടെത്തിയെന്നും അത് അസ്റ്റപ്പോറിലെയും യുങ്കയിലെയും വൊളാൻഡിസിലെയും പ്രഭുക്കന്മാരാണെന്നും വേരീസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ അവരോട് യുദ്ധം ചെയ്യുമെന്നും അവരെ കൊല്ലുമെന്നും ഗ്രേ വേം പറഞ്ഞു. അൺസലീഡ് അവിടെ പോയാൽ മീരീൻ ആര് സംരക്ഷിക്കുമെന്ന് ടിരിയൻ ചോദിച്ചു. അവരോട് യുദ്ധം ചെയ്തില്ലെങ്കിൽ എങ്ങനെ തടയുമെന്ന് ഗ്രേ വേം ചോദിച്ചു. അവർക്ക് ഒരു ഭാഷ മാത്രമേ അറിയൂവെന്നും അതിൽ തന്നെ അവർക്ക് മറുപടി നൽകണമെന്നും മിസൻഡെയ് പറഞ്ഞു. നമ്മൾ പോരാടുമോ എന്ന് ഗ്രേ വേം ചോദിച്ചു. ഒരുപക്ഷേ എന്ന് ടിരിയൻ പറഞ്ഞു. ആ പ്രഭുക്കന്മാർക്ക് തന്റെ കൊച്ചു പക്ഷികൾ വഴി ഒരു സന്ദേശം നൽകാൻ കഴിയുമോ എന്ന് ടിരിയൻ വേരീസിനോട് ചോദിച്ചു. തീർച്ചയായും എന്ന് വേരീസ് പറഞ്ഞു. റെഡ് കീപ്പിലെ ഇരുണ്ട നിലവറകളിൽ വാരീസിന്റെ ചാരന്മാരായ ആ കൊച്ചുകുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു. കൈബൺ അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. ആർത്തറിന്റെ കണ്ണിനും അവന്റെ അമ്മയുടെ താടിയലിനും ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കൈബൺ ചോദിച്ചു. ഭേദമുണ്ടെന്ന് അവൻ പറഞ്ഞു. ലോർഡ് വാരീസ് ഇനി തിരിച്ചുവരുമോ എന്നും അദ്ദേഹം നല്ലവനായിരുന്നുവെന്നും കുട്ടികൾ പറഞ്ഞു. അദ്ദേഹം തങ്ങളെ കൊച്ചുപക്ഷികൾ എന്ന് വിളിച്ചിരുന്നെന്നും മധുരപലഹാരങ്ങൾ നൽകിയിരുന്നെന്നും ആർത്തർ പറഞ്ഞു. എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവർക്ക് തന്റെ അടുത്ത് വരാമെന്നും പകരം തനിക്ക് രഹസ്യങ്ങൾ മാത്രം മതിയെന്ന് കൈബൺ പറഞ്ഞു. അപ്പോഴാണ് സെർസിയും ജെയ്മയും ഗ്രെഗോറും അവിടേക്ക് വന്നത്. ഭീമാകാരനായ ഗ്രെഗോറിനെ കണ്ട് കുട്ടികൾ പേടിച്ചു. പേടിക്കേണ്ടതില്ലെന്നും ഇവൻ എന്റെ സുഹൃത്താണെന്നും കൈബൺ പറഞ്ഞു. കുട്ടികളെല്ലാവരും അവിടെ നിന്നും മുകളിലേക്ക് ഓട്ടി. ഇവരാണോ വാരീസിന്റെ കൊച്ചുപക്ഷികൾ എന്ന് സെർസി ചോദിച്ചു. ഇപ്പോൾ രാജ്ഞിയുടെ പക്ഷികളാണെന്ന് കൈബൺ പറഞ്ഞു. നിങ്ങൾ അവനെ എന്താണ് ചെയ്തതെന്നും അവന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നും ജെയ്മെ കൈബണിനോട് ചോദിച്ചു. ഗ്രെഗോർ പതുക്കെ തലതിരിച്ച് ജെയ്മയെ നോക്കി. അവനെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് കൈബൺ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അവനോട് പോയി ആ ഹൈസ്പാരോന്റെ തല തകർക്കാൻ പറയൂ എന്ന് ജെയ്മെ പറഞ്ഞു. അദ്ദേഹത്തിനു ചുറ്റും നിരവധി കാവൽക്കാരുണ്ടെന്നും എന്നാൽ ഒരു പോരാട്ടത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമെന്ന് സെർസി പറഞ്ഞു. ഹൈഗാർഡനിലും നോർത്തിലും ഡോണിലും തനിക്ക് ചാരന്മാരെ വേണമെന്നും തന്നെ നോക്കിച്ചിരിക്കുന്നവരെല്ലാം ആരാണെന്ന് തനിക്കറിയണമെന്നും സെർസി കൈബണിനോട് പറഞ്ഞു. റെഡ് കീപ്പിലെ ചെറിയ കൗൺസിൽ മുറിയിൽ കേവൻ ലാനിസ്റ്റർ, മേസ്റ്റർ പൈസൽ, മേസ് ടൈറൽ, ലേഡി ഒലെന്ന എന്നിവർ യോഗം ചേരുകയായിരുന്നു. കൈബൺ വളരെ അപകടകാരിയാണെന്നും അവനെ സിറ്റാഡലിൽ നിന്നും പുറത്താക്കിയത് വെറുതെയല്ലെന്നും മേസ്റ്റർ പൈസൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ജെയ്മേയും സെർസിയും ഗ്രെഗോറും മുറിയിലേക്ക് വന്നത്. അവരെ കണ്ട് മേസ്റ്റർ പൈസൽ നിശബ്ദനായി. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കെവൻ ചോദിച്ചു. നിങ്ങൾ എന്തിനാണിവിടെ വന്നതെന്ന് സെർസി ലേഡി ഒലെന്നയോട് ചോദിച്ചു. തന്നെ ക്ഷണിച്ചതുകൊണ്ടാണെന്നും രാജ്ഞിയുടെ തടവിലാക്കപ്പെടൽ ചർച്ച ചെയ്യാനാണെന്നും ലേഡി ഒലെന്ന പറഞ്ഞു.
മാർജറിയാണ് രാജ്ഞിയെന്നും നീ രാജാവിനെ വിവാഹം കഴിക്കാത്തതിനാൽ രാജ്ഞിയല്ലെന്നും ലേഡി ഒലെന്ന പറഞ്ഞു. ഇത് കൗൺസിൽ യോഗമാണെന്നും നിങ്ങൾക്കിവിടെ സ്ഥാനമില്ലെന്നും കെവൻ പറഞ്ഞു. താൻ കിങ്സ്ഗാർഡിന്റെ കമാൻഡറാണെന്നും തനിക്കിവിടെ സ്ഥാനമുണ്ടെന്നും ജെയ്മെ പറഞ്ഞു. മൈർസെല്ലയുടെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ലേ എന്ന് സെർസി ചോദിച്ചു. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ജെയ്മെ പറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളെ പുറത്താക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് യോഗം തുടരാമെന്ന് സെർസി പറഞ്ഞു. തുടർന്ന് കേവനും ലേഡി ഒലെന്നായും മേസ് ടൈറലും മുറിക്ക് പുറത്തേക്ക് പോയി. ജെയ്മെയും സെർസിയും ഗ്രെഗോറും ആ മുറിയിൽ തനിച്ചായി. ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബേലോറിലെ പ്രാർത്ഥനാമുറിയിൽ ഹൈ സ്പാരോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവായ ടോമൻ കാവൽക്കാർക്കൊപ്പം അവിടേക്ക് വന്നു. തന്റെ അമ്മയ്ക്ക് മൈർസെല്ലയുടെ കല്ലറ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ടോമൻ പറഞ്ഞു. അത് ഇപ്പോൾ സാധ്യമല്ലെന്നും അവരുടെ പാപങ്ങൾ പൂർണ്ണമായും കഴുകിക്കളയേണ്ടതുണ്ടെന്നും ഹൈസ്പാരോ പറഞ്ഞു. അവർ മുടിമുറിച്ച് നഗ്നയായി നഗരത്തിലൂടെ നടന്നത് പോരായ്മയാണോ എന്ന് ടോമൻ ചോദിച്ചു. 7 പുരോഹിതന്മാർക്ക് മുന്നിൽ അവർ വിചാരണ നേരിടണമെന്നും അപ്പോഴേ പൂർണ്ണമായ പാപമോചനം ലഭിക്കൂ എന്നും ഹൈസ്പാരോ പറഞ്ഞു. തന്റെ അമ്മയ്ക്ക് അവിടേക്ക് പോകാൻ അനുമതി നൽകണമെന്ന് താൻ രാജാവായതുകൊണ്ട് കൽപ്പിക്കുകയാണെന്ന് ടോമൻ പറഞ്ഞു. കിരീടവും വിശ്വാസവും ഈ ലോകത്തിന്റെ 2 തൂണുകളാണെന്നും അത് തന്നോട് പറഞ്ഞത് നിന്റെ അമ്മയാണെന്നും ഹൈസ്പാരോ പറഞ്ഞു. താൻ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും തന്റെ അമ്മ ഇപ്പോഴും അശുദ്ധയാണെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് ടോമൻ ദേഷ്യത്തോടെ ചോദിച്ചു. കാവൽക്കാരെ പുറത്തേക്ക് വിടാൻ ഇരുവരും നിർദ്ദേശിച്ചു. ഒരു അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ഹൈസ്പാരോ ടോമനോട് സംസാരിച്ചു. നിന്റെ അമ്മ നിന്നോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ സത്യസന്ധമായ സ്നേഹം നീ കണ്ടിട്ടുണ്ടെന്നും അവർ ചെയ്തതെല്ലാം നിന്നിലേക്ക് തിരികെ എത്താൻ വേണ്ടിയായിരുന്നുവെന്നും ഹൈസ്പാരോ പറഞ്ഞു. പിന്നെ എന്തിനാണ് അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ടോമൻ ചോദിച്ചു. അത് താനല്ലെന്നും ദൈവങ്ങളുടെ തീരുമാനമാണെന്നും ഒരു യഥാർത്ഥ ഭരണാധികാരി ദൈവങ്ങളുടെ ഇഷ്ടമനുസരിക്കണമെന്നും ഹൈസ്പാരോ പറഞ്ഞു. ടോമൻ ആ വാക്കുകൾ കേട്ട് ശാന്തനായി അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു. ഹൗസ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ കൽമണ്ഡപത്തിൽ അന്ധയായ ആര്യ നിന്നിരുന്നു. വെയ്ഫ് തന്റെ വടികൊണ്ട് നിലത്തുരസുകയും ആര്യയുടെ തലയിൽ തൊടുകയും ചെയ്തു. ആര്യ പേടിച്ചു തിരിഞ്ഞു നോക്കി. പിന്നീട് അവരിരുവരും നിലത്തിരുന്ന് സംസാരിച്ചു. നീ ആരാണെന്ന് വെയ്ഫ് ചോദിച്ചു. ആരുമല്ല എന്ന് ആര്യ പറഞ്ഞു. വെയ്ഫ് വടികൊണ്ട് അവളെ അടിച്ചു. ഇവിടെ വരുന്നതിനു മുൻപ് നീ ആരായിരുന്നുവെന്ന് വെയ്ഫ് ചോദിച്ചു. ആര്യ സ്റ്റാർക്ക് എന്ന് അവൾ പറഞ്ഞു. തുടർന്ന് അവർ തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. ആര്യയെ വെയ്ഫ് നിർദാക്ഷിണ്യം അടിച്ചു വീഴ്ത്തി. ആര്യയുടെ കുടുംബത്തെക്കുറിച്ച് വെയ്ഫ് ചോദിച്ചു. അച്ഛൻ നെഡ് സ്റ്റാർക്ക് എന്നും അമ്മ കാറ്റ്ലിൻ സ്റ്റാർക്ക് എന്നും സാൻസ, റോബ്, ബ്രാൻ, റിക്കോൺ എന്നിങ്ങനെ സഹോദരങ്ങളുണ്ടെന്നും ഒരു അർദ്ധ സഹോദരനായി ജോൺ ഉണ്ടെന്നും ആര്യ പറഞ്ഞു. അവർ ഇപ്പോൾ എവിടെയാണെന്ന് വെയ്ഫ് ചോദിച്ചു. അവരെല്ലാവരും മരിച്ചിട്ടുണ്ടാകാം എന്ന് ആര്യ പറഞ്ഞു. ഹൗണ്ടിനെക്കുറിച്ച് വെയ്ഫ് ചോദിച്ചു. അയാളും മരിച്ചുവെന്നും അയാൾ തന്റെ പട്ടികയിലുണ്ടായിരുന്നുവെന്നും ആര്യ പറഞ്ഞു. പിന്നെ എന്തിനാണ് അയാളെ പട്ടികയിൽ നിന്നും മാറ്റിയതെന്ന് വെയ്ഫ് ചോദിച്ചു. തനിക്കത് വേണമായിരുന്നുവെന്നും എന്നാൽ വേണ്ടായിരുന്നുവെന്നും ആര്യ പറഞ്ഞു. നിന്റെ പട്ടികയിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് വെയ്ഫ് ചോദിച്ചു. സെർസി ലാനിസ്റ്റർ, ഗ്രെഗോർ ക്ലെഗെയിൻ, വോൾഡർ ഫ്രേ എന്ന് ആര്യ പറഞ്ഞു. ഈ ചെറിയ പട്ടികയിലുള്ളവരെ മാത്രമാണോ നിനക്ക് കൊല്ലേണ്ടിയിരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വൈഫ് വീണ്ടും അവളെ ആക്രമിച്ചു. എന്നാൽ ഇത്തവണ ആര്യ ആ ആക്രമണങ്ങളെ തടഞ്ഞു. ഒരു പെൺകുട്ടി അവളുടെ പേര് പറയുകയാണെങ്കിൽ അവളുടെ കാഴ്ച തിരികെ നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്ക് പേരില്ല എന്ന് ആര്യ പറഞ്ഞു. അദ്ദേഹം ഒരു പാത്രത്തിൽ ആ കിണറ്റിലെ വെള്ളം കോരി അവൾക്ക് നൽകി. ഭയമില്ലെങ്കിൽ അവൾക്കത് കുടിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ആര്യ അത് കുടിച്ചു. അവൾ കണ്ണുകൾ തുറന്നപ്പോൾ അവളുടെ അന്ധത മാറിയിരുന്നു. ഇപ്പോൾ നീ ആരാണെന്ന് അദ്ദേഹം ചോദിച്ചു. ആരുമല്ല എന്ന് ആര്യ പറഞ്ഞു. വിന്റർഫെല്ലെ ഭക്ഷണശാലയിൽ റാംസേയും ലോർഡ് കാസ്റ്റാർക്കും ഇരിക്കുകയായിരുന്നു. അവിടേക്ക് സ്മോൾ ജോൺ അംബർ കടന്നുവന്നു. അംബർക്കൾ സ്റ്റാർക്സിനോട് കൂറുള്ളവരാണല്ലോ എന്ന് റാംസേ ചോദിച്ചു. കാര്യങ്ങൾ മാറിയെന്നും ഇപ്പോൾ ജോൺ സ്നോ വൈൽഡ്ലിങ്സുമായി മതിലിന് പുറത്തേക്ക് വന്നുവെന്നും അവരെ നേരിടാൻ തങ്ങൾക്ക് സഹായം വേണമെന്നും സ്മോൾ ജോൺ പറഞ്ഞു. അതിനാൽ ഹൗസ് ബോൾട്ടനോട് കൂറ് പ്രഖ്യാപിക്കാനും തനിക്ക് മുന്നിൽ മുട്ടുകുത്താനും റാംസേ പറഞ്ഞു. താൻ ആരുടെയും മുന്നിൽ മുട്ടുകുത്തില്ലെന്നും അതൊന്നും താൻ വിശ്വസിക്കുന്നില്ലെന്നും സ്മോൾ ജോൺ പറഞ്ഞു. അങ്ങനെയെങ്കിൽ താൻ നിന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് റാംസേ ചോദിച്ചു. താൻ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്മോൾ ജോൺ പുറത്തുനിന്നും 2 പേരെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അതൊരു സ്ത്രീയും കുട്ടിയുമായിരുന്നു. മുഖത്തെ തുണി മാറ്റിയപ്പോൾ അത് ഓഷായും റിക്കോൺ സ്റ്റാർക്കുമാണെന്ന് അവർ കണ്ടു. അത് റിക്കോൺ സ്റ്റാർക്കാണെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് റാംസേ ചോദിച്ചു.
അപ്പോൾ സ്മോൾ ജോൺ ഒരു വലിയ ചെന്നായയുടെ അറുത്തുമാറ്റിയ തല മേശപ്പുറത്ത് വെച്ചു. അത് ഷഗി ഡോഗിന്റെ തലയായിരുന്നു. രാംസെ ക്രൂരമായി ചിരിച്ചുകൊണ്ട് റിക്കോണിനെ നോക്കി വെൽക്കം ഹോം ലോർഡ് സ്റ്റാർക്ക് എന്ന് പറഞ്ഞു. കാസിൽ ബ്ലാക്കിലെ ജോൺ സ്നോവിന്റെ മുറിയിൽ ഡൊളോറസ് എഡ് കടന്നുവന്നു. സമയമായി എന്ന് അയാൾ പറഞ്ഞു. ജോൺ സ്നോ തന്റെ മേശപ്പുറത്തിരുന്ന മുറിവുകളുള്ള ആ കുപ്പായം നോക്കിയിട്ട് തന്റെ വാളായ ലോങ് ക്ലോ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. മെലിസാന്ദ്ര ബാൽക്കണിയിൽ നിന്നിരുന്നു. ടോർമണ്ട്, ഡാവോസ്, മറ്റ് നൈറ്റ്സ് വാച്ച് അംഗങ്ങൾ എന്നിവരെല്ലാം അവിടെയുണ്ടായിരുന്നു. ജോൺ സ്നോ കഴുമരത്തിന്റെ പടവുകൾ കയറി മുകളിലെത്തി. അവിടെ കഴുത്തിൽ കയർ കുരുക്കി ബോവൻ മാർഷ്, ഒദൽ യാർവിക്, അല്ലിസർ തോൺ, ഓളി എന്നിവരെ നിർത്തിയിരുന്നു. നിങ്ങൾക്ക് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജോൺ സ്നോ ചോദിച്ചു. നീ ജീവനോടെ ഇരിക്കുന്നത് തെറ്റാണെന്ന് ബോവൻ മാർഷ് പറഞ്ഞു. നിങ്ങൾ എന്നെ കൊന്നതും തെറ്റായിരുന്നുവെന്ന് ജോൺ സ്നോ പറഞ്ഞു. വൈറ്റ് ഹാർബറിലുള്ള തന്റെ അമ്മയോട് താൻ ധീരമായി പോരാടിയാണ് മരിച്ചതെന്ന് പറയണമെന്ന് ഒത്തൽ യാർവിക് പറഞ്ഞു. തനിക്ക് മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ എന്നും താൻ ചെയ്തതിൽ തനിക്ക് തെറ്റു തോന്നുന്നില്ലെന്നും വീണ്ടും അവസരം ലഭിച്ചാലും താനിത് തന്നെ ചെയ്യുമെന്നും സർ അലൈസർ പറഞ്ഞു. എനിക്കുറപ്പുണ്ട് സർ അലിസർ എന്ന് ജോൺ സ്നോ പറഞ്ഞു. ഒടുവിലായി ജോൺ സ്നോ ഓളിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ജോൺ സ്നോ തന്റെ കുപ്പായം ഊരി ഡൊളോറസ് എഡിന് നൽകി. താനിത് എന്തു ചെയ്യണമെന്ന് ഡൊളോറസ് എഡ് ചോദിച്ചു. നിനക്ക് വേണമെങ്കിൽ ധരിക്കാമെന്നും അല്ലെങ്കിൽ കത്തിച്ചുകളയാമെന്നും കാസിൽ ബ്ലാക്ക് ഇപ്പോൾ നിന്റേതാണെന്നും ജോൺ സ്നോ പറഞ്ഞു. പടവുകൾ ഇറങ്ങി നടക്കുമ്പോൾ അയാൾ പറഞ്ഞു, എന്റെ കാവൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കെ അയാൾ അവിടെ നിന്നും ദൂരേക്ക് നടന്നു മാറി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.